കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയിലേക്കാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ, ഇല്ലെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ ലോകത്തെ നയിക്കുന്നത്, നടത്തുന്നത്, അല്ലേ? വന്നതിന് ശേഷം ഇല്ലെങ്കിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യേശു കർത്താവ് തൻ്റെ ക്രൂശീകരണത്തിന് മുൻപായി തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോടും പുരുഷാരത്തോടുമായി പറഞ്ഞ അനുഗ്രഹീതമായൊരു ചിന്ത നമുക്കറിയാം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടം മുതൽ തന്നെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് യേശുവിൻ്റെ ക്രൂശീകരണം, പുനരുത്ഥാനം, സ്തോത്രം, അതിനുശേഷമുള്ള സ്വർഗാരോഹണം. ഇതൊക്കെ യേശു കർത്താവ് ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ യേശുവിൻ്റെ അടുത്തിരിക്കുകയും യേശുവിനോടൊപ്പം സഞ്ചരിക്കുകയും യേശുവിനോടൊപ്പം ആയിരിക്കുകയും ചെയ്ത ശിഷ്യന്മാർക്ക് അതങ്ങോട്ട് പെട്ടെന്ന് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. അത് ശക്തമായി പ്രതികരിച്ച ഒരു മനുഷ്യനാണ് പത്രോസ്, അല്ലേ? പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും ഞങ്ങളെ വിട്ട് പിരിയല് എന്ന് പറയുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് ഉലകത്തിലേക്ക് വന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മനുഷ്യകുലത്തിനു വേണ്ടി ജീവൻ കൊടുത്ത് പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, ന്യായപ്രമാണത്തിൻ്റെ ശക്തിയിൽ നിന്ന് മനുഷ്യരെ വിടുവിപ്പാൻ വേണ്ടിയാണ്. ഗലാത്യ ലേഖനത്തിനകത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിക്കാനാണ് യേശു ഉലകത്തിലേക്ക് ഇറങ്ങി വന്നത്. അപ്പം നടത്തുക, ജീവൻ കൊടുക്കുക, മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ള പദ്ധതിയായിട്ടാണ് യേശു കർത്താവ് ഉലകത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് സാരം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ വേർപിരിയലിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞൊരു വാചകമാണ് നമ്മൾ വായിച്ചത്. ഞാൻ പോകാതിരുന്നാൽ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്യത്തില്ല, വരികയില്ല. ഈ കാര്യസ്ഥൻ എന്നിവിടെ ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്യും, അയക്കും. അടുത്ത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഈ 3 ബോധങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആര് വരണം? പരിശുദ്ധാത്മാവ് വരണമെന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു ചിന്ത പറയുകയാണ്. യേശു ഉലകത്തിലേക്ക് വന്ന് ഇതിനെക്കുറിച്ച് ബോധം വരുത്താനല്ലേ അന്ന് ചിന്തകൾ കൈമാറുന്നുണ്ട്, അല്ലേ? സ്തോത്രം. പാപത്തെക്കുറിച്ച്, പാപം ചെയ്യരുതെന്നും യേശു കർത്താവ് പറയുന്നുണ്ട്. കാര്യം അത് നമുക്ക് ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യേശു ഉലകത്തിലാകുന്നത് ഒരു സ്ഥിരവാസത്തിനായിരുന്നില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഒരു കാലഘട്ടത്തേക്ക് വേണ്ടി വന്ന് മനുഷ്യകുലത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച്, അല്ലെ സ്തോത്രമല്ലേ, അവസാനത്തൊരു രക്തം വരെ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഒഴുക്കി തന്നിട്ട്, അല്ലെ പിന്നത്തേതിൽ അതിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയും നിത്യസമാധാനം നിത്യവിടുതലും കൽപ്പിച്ചാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് വേണ്ടി അയച്ച് പാപത്തെ നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞിട്ടാണ് യേശു കർത്താവ് ഇവിടം വിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായത്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്നത്തെ സ്തോത്രം, ഇന്ന് യേശുവിൻ്റെ പ്രസൻസ് ഇല്ലെന്നല്ല കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. എന്നാൽ ഇന്ന് ദൈവസഭയെ, ദൈവമക്കളായി നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. പിന്നെ തിരുവചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ സ്വീകരിച്ച്, അംഗീകരിച്ച്, പ്രാർത്ഥിച്ച്, ആരാധിച്ച് ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാൻ ഇടവന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളത് ഉറപ്പോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് നമ്മളെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും
അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ, വിടുതലുകൾ, ഉദ്ധാരണങ്ങൾ, ഉയർച്ചകൾ, നന്മയുടെ ആഴങ്ങളെ പ്രാപിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാൽ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കട്ടെ. സഭകളിൽ കർത്താവ് ജീവിതത്തിൻ്റെ മേഖലകൾ പരിശുദ്ധാത്മ നിയന്ത്രിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.